ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മൾ കുറേ ആയി റെഗുലറായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്നും വിചാരിക്കും റെഗുലറായിട്ട് ഇടണം എന്നൊക്കെ, പക്ഷേ സാധിക്കുന്നില്ല. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഈ എഡിറ്റ് ചെയ്തിട്ട് ഇടാം എന്നത് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ലഞ്ചിലേക്കുള്ള കറിയും സാധനങ്ങളൊക്കെ റെഡി ആക്കാറുണ്ട്. അപ്പം അതേപോലെ ഈ ഒരു തലേ ദിവസം വാങ്ങി വെക്കുന്ന മീനാണ് പിറ്റേ ദിവസം കറി വെക്കുക. പിന്നെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതിലേക്കും അതേപോലെ ഉച്ചക്കത്തേക്കും ഈ ഒരു കറി തന്നെ ഉണ്ടോ ഉപയോഗിക്കുക. രാത്രിയിലെ പിന്നെ മക്കൾ മാത്രമേ ചോറുന്നുള്ളൂ. അപ്പോൾ അതിലേക്കുള്ള കറി ഇത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അന്ന് ഞങ്ങൾ ഈ സൂത എന്നാണ് കേട്ടോ ഈ മീൻ പറയാം, നിങ്ങളൊക്കെ എന്താ പറയാമെന്ന് അറിഞ്ഞൂടാ. അപ്പം ഇതിലേക്ക് ഈ സൂതയാണ് കറി വെക്കുക. ഞാൻ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന കറികളാണ് ഉണ്ടാക്കുക. അപ്പം അതിലേക്ക് തന്നെ ഞാൻ വേഗം തന്നെ തയ്യാറാക്കുന്ന ഈ കറികൾ നോക്കിയിട്ടാണ് ഞാൻ എല്ലാ സാധനങ്ങളും മിക്സിയിലിട്ടാണ് അടിക്കുന്നത്. ഇപ്പോൾ 2-3 നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തക്കാളി, അതേപോലെ ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, വലിയുള്ളി, ഈ ഇത്രയും സാധനങ്ങളാണ് അതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാവും. പക്ഷെ എന്താ അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കറിക്ക്. നമ്മുടെ സാധാരണ ഈ വാട്ടി വെക്കുന്ന കറിയിൽ ഈ ഉള്ളി തക്കാളിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞാലും ഇങ്ങനെ അതിലുണ്ടാവുമല്ലോ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ അല്ലേ. അപ്പോൾ ഈ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അത് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പക്ഷെ ആ ഒരു കറിക്ക്, പണ്ടത്തെ ആ ഒരു കറിക്ക് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെയല്ല, ഇതേപോലെ ചെയ്ത് നോക്കിയാൽ എല്ലാ രീതിയിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഇവിടെ കുറേ ദിവസമായിട്ട് മോക്ക് പനിയായിരുന്നു, ചെറിയ മോക്ക് ഭയങ്കരമായിട്ട് പനിച്ചിട്ട് പിന്നെ എന്താ CRP കൗണ്ട് 53 എബോവ് ഒക്കെ ആയി. അങ്ങനെ ആ ഒരു ഇതിലാണുള്ളത് കേട്ടോ. പിന്നെ നോക്കുമ്പോഴാണ് അറിഞ്ഞത് മോള് അനീമിക്കാണ്, ചെറുതായിട്ട് 9 എന്തോ ഉള്ളു ബ്ലഡിൻ്റെ കൗണ്ട് വരുന്നത്. അപ്പോൾ അതിനൊന്ന് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വിഷമത്തിലായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്തുക, എല്ലാം ചെറുതായിട്ട് വരാൻ വേണ്ടിയിട്ട്. അവൾക്ക് ഇപ്പോഴും കഫക്കെട്ട് ചെറുതായിട്ടുണ്ട്. പിന്നെ അതേപോലെ എല്ലാവർക്കും ഈ ഒരു എന്താ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പൊക്കെ ഉള്ളൊരു കാലാവസ്ഥയാണല്ലോ. എല്ലാവർക്കും ഇതേപോലെ കഫത്തിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വേഗം തന്നെ ഉണ്ടാകുന്നൊരു സമയമാണ്. പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ കുട്ടികളുടെ അവർക്കത് താങ്ങാനും കഴിയില്ല. നമ്മൾക്ക് ആ ഒരു ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത്. ഞാനാണിപ്പോൾ കുറേ ദിവസമായി മോർണിംഗ് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. അന്നേരം ഒന്ന് ഇറങ്ങി നോക്കിയതായിരുന്നു ചെടിയൊക്കെ എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഇതേപോലെ എനിക്കും ജലദോഷം പിടിച്ച് മഞ്ഞ കൊണ്ടിട്ട്. ഞാനങ്ങനെ ഏർലി മോർണിംഗ് നേരത്തെ ഞാൻ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങലില്ല. കാരണം അലർജി ഉണ്ടായ ശേഷം എനിക്കങ്ങനെ രാവിലെ ഇറങ്ങുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. വേഗം തന്നെ എനിക്ക് അലർജി വരും അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ ഈ ഒരു ഉള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ ഒരു ജാറിലേക്ക് ഞാൻ അരിഞ്ഞിടുക കേട്ടോ. പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളകും കൂടുതൽ ആഡ് ചെയ്യുക. പക്ഷെ ഞാനിവിടെ പച്ചമുളക് ഉപയോഗിക്കുന്നില്ല കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ പച്ചമുളക് ഉപയോഗിക്കൽ വളരെ കുറവാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഉള്ള കഴിക്കുകയാണെങ്കിൽ അങ്ങനെ താളിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം ഞാൻ പച്ചമുളക് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു മിക്സിയിൽ ചമ്മന്തി പൊടിക്കുന്ന ചെറിയ ജാറിലാണ് കേട്ടോ ഞാൻ അത് ചെയ്യണത്. വലിയ ജാർ എടുക്കണം മടിയോണ്ടാണ് കേട്ടോ. ഇത് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ജാറാണ്. മറ്റതും കേക്ക് അതേപോലെ വൃത്തിയാക്കണം. അപ്പോൾ സ്ഥിരമായിട്ട് ഒന്നിനോട് ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വെച്ചിട്ട് ഒന്നിനും ഉപയോഗിക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ജാറിലേക്ക് എല്ലാ സാധനങ്ങളും അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിന്, ഇതിനൊന്നും ഒരു അളവ് ശരിക്കും ഇല്ല കേട്ടോ. മഞ്ഞൾപ്പൊടി കുറച്ച് ഇടാൻ പാടുള്ളൂ. മഞ്ഞൾപ്പൊടി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മഞ്ഞളിൻ്റെ കുത്തൽ വരും. അപ്പോൾ ഈ മല്ലിപ്പൊടിയും സാധനങ്ങളൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇടുക. ചിലർക്ക് മല്ലി കൂടുതലുള്ള കറിയാവും ഇഷ്ടം. ചിലർക്ക് എന്താ പറയുക, പിന്നെ മുളക് നല്ല വേണ്ടി വരും. അപ്പോൾ ആ ഒരു ഇതിനനുസരിച്ച് നമ്മൾ അതിനൊക്കെ മാറ്റം വരുത്തുക. ഇവിടെ എന്തായാലും അധികം എരിവ് വേണ്ട, അപ്പോൾ ഞാൻ കുറേ മുളകൊന്നും ഇടുന്നില്ല. പിന്നെ ചില മുളകിന് ഭയങ്കര എരിവുണ്ടാവും, ചിലതിന് അത്ര എരിവുണ്ടാവില്ല. ഞാനധികം ചെയ്യൽ പിന്നെ കാശ്മീരി ചില്ലിയും അതുപോലെ സാധാ മുളകും കൂടെ ഒന്നിച്ച് ഉണക്കുക ചെയ്യുക, ഉണക്കിയിട്ട് പൊടിപ്പിക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് നല്ലോണം അരച്ചിട്ടുണ്ട് കേട്ടോ. ഫൈനായിട്ട് തന്നെ അരച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഞാൻ ഈ ഒരു പാനിലാണ് ഉണ്ടാക്കുന്നത്. കാരണം മൺചട്ടിയിലാകുമ്പോൾ ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതിലായി കഴിഞ്ഞാൽ വേഗം തന്നെ ആയി കിട്ടുമെന്ന് വെച്ചിട്ട് ഇതിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ആ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കണം. കുറച്ചധികം എണ്ണ വേണം. പിന്നെ നമ്മൾ അതിലേക്ക് ഉലുവയും ജീരകവും ഇടണം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഉലുവയാണ് ആദ്യം ഇട്ടിട്ടുള്ളത്. ഉലുവ നല്ലോണം ഒന്ന് കളറായതിനു ശേഷം അതിലേക്ക് മറ്റേ ജീരകവും ബ്രൗണിഷ് കളറാവും കേട്ടോ ഉലുവ. അപ്പോൾ ഇതിലേക്ക് ജീരകവും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് തവണ വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അരച്ച് വെച്ച് നമ്മൾ തക്കാളീൻ്റെ പേസ്റ്റ് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒന്നും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതുകൂടെ ഒന്ന് കുറച്ചുകൂടെ വെള്ളം കൂട്ടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ചുകൂടെ കറി വേണമല്ലോ, അതുകൊണ്ട്.
അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. നമുക്ക് ചിലപ്പോൾ കൂടുതൽ കറി വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക. എന്തായാലും നല്ല ലൂസാകാൻ പാടില്ല, നല്ല ടൈറ്റിൽ നിൽക്കാൻ പാടാത്ത രീതിയിലാക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണല്ലോ ചെയ്യുക. ഞാനും മുളകിട്ട കറികൾ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാക്കൽ. തേങ്ങ ആണെങ്കിൽ ഇതിലേക്ക് ഈ അരപ്പിൻ്റെ കൂടെ തേങ്ങയും കൂടെ ഇട്ടിട്ട് അരക്കും. അങ്ങനെ തന്നെ എപ്പോഴും ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്നും ഇങ്ങോട്ട് ഇതായ ശേഷം ഒന്ന് വെന്ത ശേഷം അതിലേക്ക് ഞാൻ മുറിച്ച് വെച്ച മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് മീനും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല, കാരണം ബാക്കി കഷ്ണങ്ങൾ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഷ്ണങ്ങൾ കറിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നല്ല കറിയാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല പുളിയല്ല, നല്ല പുളിയൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ കുറച്ച് പുളി ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് മീൻ പൊരിക്കണം എന്ന് പറഞ്ഞില്ലല്ലോ, അപ്പം മീനൊക്കെ മസാല വെച്ച് നമ്മൾ പൊരിക്കാൻ വെക്കാം. പിന്നെ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടി അടുപ്പത്ത് പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.